അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഫിഗേഴ്സ് NMMSലെ മാത്തിലെ 5 ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യമാണ് മക്കളെ പ്രോബ്ലം ഫിഗേഴ്സ്. അപ്പോൾ വളരെ സിമ്പിൾ, കണ്ണ് വെച്ച് നോക്കി എങ്ങനെ ആൻസർ ചെയ്യാൻ ഒരു വീഡിയോ പാർട്ട് 1 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ NMMS പ്ലേലിസ്റ്റിൽ പോവുക, അത് പോയി കാണുക, എന്നിട്ട് ഇത് ചെയ്യുക. ഇനി ഞാൻ അതേപോലെ തന്നെ ഇനി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻസ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പ്രാവശ്യം ഫുൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട്. നിങ്ങൾ മറക്കരുത്, NMMSലെ ഫ്രീ ബാച്ച് എക്സാമിനർ നടക്കുന്നുണ്ട് വെറും 0 റുപ്പീസിന്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആകെ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും കിട്ടും. പിന്നെ ഇതാ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ഉണ്ട്, ലൈക്കും കമൻറ്റും ഫ്രീ ആയതുകൊണ്ട് ഒരു കമൻറ്റും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ NMMS നമുക്ക് തകർക്കാം മക്കളെ. ഈ ചാനലിൽ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൻ്റെ സിലബസ് മൊത്തം പഠിപ്പിക്കും, ക്രിസ്മസ് എക്സാം എല്ലാം ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും ഒരേ ചാനലിനെ ഫോളോ ചെയ്യാം, അടിപൊളിയായിട്ട്. ഇനി മക്കളെ നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യണം, ക്രിസ്മസ് എക്സാം ടൈം ടേബിളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ അത് പെയ്ഡ് ബാച്ച് ഉണ്ട്, 1500 രൂപ. ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം, ജോയിൻ ചെയ്യാം. നമ്മുടെ പ്രോബ്ലം ഫിഗേഴ്സിലേക്ക് വരാം. ഓർമ്മയുണ്ടാവണം, ഫസ്റ്റ് പാർട്ട് കാണാത്തവർ കണ്ടിട്ട് ഇങ്ങോട്ട് വരാം, നമുക്ക് ആൻസർ ചെയ്യാം. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ തിരിച്ചിട്ട് തലകുത്തിട്ട് ഇതുണ്ട്. ഇവിടെ ഒരു സ്ക്വയർ തിരിച്ചിട്ടുണ്ട്, അപ്പോൾ ഇവിടെ സ്ക്വയർ തന്നെ വരണം അല്ലേ. ഇയാളെ തല തിരിച്ചിട്ടു, ഇയാളെ തല തിരിച്ചിട്ടാലും ഇങ്ങനെ തന്നെ വരുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒഴിവാക്കാം, 1 ഉം 2 ഒഴിവാക്കാം. ഓക്കെ, ഇനി 3, 4 50-50 ആണ്. ഗുരുജീനോട് നമുക്ക് ഏത് ലോക്കിയാണെന്ന് പറയാം. ഓക്കെ, ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ, ത്രികോണത്തിനുള്ളിൽ ഒരു സ്ക്വയർ പോലത്തെ ഷേപ്പ്, 4 ചതുർഭുജം. ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ചതുർഭുജം, അത് തിരിച്ചു അല്ലേ, ആ സാധനം തിരിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ എന്താ, ചതുർഭുജം അഥവാ സ്ക്വയറിൻ്റെ ഉള്ളിൽ ട്രയാങ്കിൾ. അപ്പം സ്ക്വയറിൻ്റെ ഉള്ളിൽ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് ഉറപ്പായി. പക്ഷെ അത് ഇങ്ങോട്ട് പോയിന്റ് ചെയ്തിരിക്കും. അതാണ് ഈ സാധനം നമ്മളൊരു 45 ഡിഗ്രി തിരിഞ്ഞു. ഓക്കെ, 45 ഡിഗ്രി ഇങ്ങോട്ട് തിരിഞ്ഞു. ഈ വലിയ സാധനം തലയും കുത്തിനെ 180 ഡിഗ്രി. അപ്പോൾ ഇതും എന്താണ്, ഒരു 45 ഡിഗ്രി അല്ലെങ്കിൽ ഒരു ചെറിയ തിരിവുണ്ടാണ്. ഈ സെയിം സാധനം വരില്ല, അപ്പോൾ 4th വരില്ല. അപ്പോൾ ഓപ്ഷൻ എന്താണ്, പാറ്റേൺ മാറുന്നുണ്ട് അല്ലേ. 1 നിന്ന് 2ലേക്ക് പാറ്റേൺ മാറിയുകൊണ്ട് 3 നിന്ന് 4ലേക്കും പാറ്റേൺ മാറും. സോ ഓപ്ഷൻ സി ആണ്. 71st ക്വസ്റ്റ്യൻ ഓപ്ഷൻ 3 ആണ്. ഇതാ അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത ആൻസർ. വളരെ സിമ്പിൾ, ഇതിനെക്കാട് സിമ്പിൾ ക്വസ്റ്റ്യൻ വരൂല, നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, പ്രോബ്ലം ഫിഗർ 4 തന്നിട്ടുണ്ട്, 1, 2, 3. 4ാമത് നിങ്ങൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഡോട്ട്, ഇവിടെ പ്ലസ്. ഓക്കെ, ഇയാളെ എങ്ങനെ തിരിച്ചത് മക്കളെ, ഇങ്ങനെ തിരിച്ചു. അതെന്താണ്, ക്ലോക്ക് വൈസ് തിരിച്ചു. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ എൻ്റെ ആകാശത്തിൽ ഇപ്പോൾ ഇവിടെ വരുന്നത്, ഇവിടെ സർക്കിള്, ഇവിടെ പ്ലസ്. അയാൾ ഇങ്ങനെ തിരിച്ചു. അപ്പം എന്താണ്, സർക്കിള് പ്ലസ്. ഓക്കെ, കറക്റ്റാണല്ലോ, സർക്കിള് പ്ലസ്. ഇനി അയാൾ ഇങ്ങനെ ഒന്നും കൂടി തിരിക്കുന്നു. അപ്പം എന്താണ്, സർക്കിൾ, ഇവിടെ പ്ലസ്. ഓക്കെ, ഇവിടെ പ്ലസ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സാധനമാണ്, ഇങ്ങനെ നിൽക്കുന്ന സാധനം സെയിം തിരിവരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, സർക്കിൾ പ്ലസ്, ഇവിടെ സർക്കിൾ. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് നോക്കിയേ, ഈ സാധനം ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു അല്ലേ. അപ്പം നോക്കിയേ, ഇയാൾ ഇങ്ങോട്ടേക്ക് പോകുന്നു, അപ്പം ഇനി ഇയാൾ ഇങ്ങോട്ടേക്ക് പോകും. ഇതൊക്കെ ക്ലോക്ക് വൈസ് ആട്ടോ, എല്ലാം ക്ലോക്ക് വൈസ് നടക്കുന്നത്. ഇനി ഇയാൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇയാൾ ഇങ്ങോട്ടേക്ക് പോകും. ആൻഡ് എന്താ സംഭവിക്കുന്നത്, പ്ലസ് ഇവിടെ വരും, കാലി ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആൻസർ ആയിട്ട് കറക്റ്റ് ആണെന്ന് നോക്കിക്കുക. കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, കമോൺ എല്ലാവരും ആൻസർ ചെയ്യാം. സർക്കിൾ ഉണ്ട്, 4ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇവിടെ കളർ ചെയ്തു, അത് ലെഫ്റ്റിലേക്ക് നീങ്ങി, അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് നീങ്ങി എന്ന് പറയാം. പിന്നെ ഒന്നും കൂടി അത് ലെഫ്റ്റിലേക്ക് നീങ്ങി, ലെഫ്റ്റ് അല്ല, അതാ ലെഫ്റ്റ് താഴെ എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്, ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പം അതുപോയി അടുത്തെന്തായിരിക്കും നമുക്കറിയാം, ഇവിടെ ആയിരിക്കും വരിക അല്ലേ, ഇങ്ങനെ ഇവിടെ റൈറ്റ് താഴെ വരും. അപ്പോൾ ആൻസർ എന്താ, ഓപ്ഷൻ 4. ഒരു സംശയമില്ല, ഓപ്ഷൻ 4. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ ഒരു ആരോ ഉണ്ട് മേലെയും താഴെ, 2 ആരോ ഉണ്ട്, 3 ആരോ ഉണ്ട്, അപ്പം 4 ആരോ വരണം അല്ലേ. പക്ഷേ 4 ആരോ വരുന്നത് 1, 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഇത് ഒഴിവാക്കാം. ഈ 4 ആരോ, ഇത് മേലേക്കും താഴേക്കും, ഇത് സൈഡ്, മേലേക്കും താഴേക്കും. അപ്പോൾ എന്താണ്, സൈഡ് അല്ലേ. ഇത് മേലെ താഴെ സൈഡ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് സൈഡിലുള്ള 4 എണ്ണമാണ് വേണ്ടത്. അപ്പം അതും കിട്ടി, സിമ്പിൾ. ഇനി ഇതാണ് മക്കളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ പ്രോബ്ലം ഫിഗേഴ്സ്, പ്രോബ്ലം നിങ്ങൾ നോക്കിയിട്ട് കണ്ടുപിടിക്കാനുള്ള സംഭവമാണ്. വളരെ സിമ്പിളാണ്. പാർട്ട് 1 ഉം 2 ഉം കഴിഞ്ഞു, സെറ്റാക്കി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എൻ്റെ അൻസാറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. ഇതും ആൻസർ ചെയ്യുക കമൻറ്റ് മക്കളെ. 2 ട്രയാങ്കിൾ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന പോലെ, എന്നിട്ട് എന്താണ്, അത് തിരിച്ചു, രണ്ടും അവിടെ നിന്ന് തിരിച്ചു 180 ഡിഗ്രി. ഇവിടെ 2 സെമി സർക്കിൾ, പകുതി സർക്കിൾ, അത് രണ്ടാളും കൂടി തിരിച്ച് ഒരുമിപ്പിച്ച എന്താണ് വരിക, 1, 2, 3, 4 ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതോടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, പ്രോബ്ലം ഫിഗർ സെറ്റാക്കി. അടുത്തത് ഇങ്ങനെ ഏത് ടോപ്പിക് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. NMMS നമുക്ക് ഒരുമിച്ച് തകർക്കാം മക്കളെ.